Hello guys, what's up? Welcome back to a brand new episode of MJ Vlogs. നമ്മളിന്ന് ബാംഗ്ലൂർ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് തേർഡ് ഡേ ആണ്. ഇന്നലെ ആക്ച്വലി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീനിക്സ് മോളിൽ പോയി. അതിപ്പോൾ നമ്മൾ ഓൾറെഡി മോളിൽ പോയത് നമ്മൾ എടുത്തത് കാരണം പിന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്തില്ല. പിന്നെ നമ്മൾ ടോർ മൂവിക്ക് കയറി, അവിടെയും രാത്രിയാണ്, ഒന്നും ഷൂട്ട് ചെയ്യാനില്ല. ഇന്ന് തേർഡ് ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഉപ്പി ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഉണ്ട്, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. കിരണിൻ്റെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നൊരു കിരൺ ഡേ ആയിരിക്കും. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂരിൽ. സോ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കും. ഓക്കെ, അതെ, ഇവരാണ് നമ്മുടെ ലോക്കൽ ഗൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. കുറേ നേരത്തെ ട്രാവലിന് ശേഷം നമ്മളിതാ ഇപ്പം ബാംഗ്ലൂർ പാലസിലെത്തിയേക്കാണ്. നമ്മൾ ആക്ച്വലി വരുന്ന വഴിക്ക് ഒരു മരമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഓൾട്ടർനേറ്റീവ് റൂട്ടൊക്കെ എടുത്ത് കുറേ ചുറ്റി വളഞ്ഞിട്ടാണ് നമ്മളിപ്പം ബാംഗ്ലൂർ പാലസിൻ്റെ അവിടെ എത്തിയത്. അപ്പോൾ ബാംഗ്ലൂർ പാലസിനെ പറ്റി ചെറിയൊരു ഇൻട്രോ പറയുകയാണെങ്കിൽ ലൈക്ക് 1874 ആക്ച്വലി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് റെവറൻ ഗാരറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് 1878 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂംസ് ആട്ടോ മൊത്തം ഉള്ളത്. ആ കാലത്ത് തന്നെ ഇതിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ പക്ഷേ ഒത്തിരി വലിയൊരു പാലസായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് അകത്ത് കയറുമ്പോൾ നോക്കാം. അകത്ത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറേ നല്ല നല്ല എന്താ പറയുക, അതിൻ്റെ ആർക്കിടെക്ചറും സംഭവങ്ങളൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു. അത് നമുക്കിത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു പാലസ് ആണ്. അവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു ഇതാണ്. ലൈക്ക് നമ്മളുടെ ഇന്ത്യൻ പാലസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടച്ച് ഇല്ല ഇതിന്. ലൈക്ക് ഒരു ഇംഗ്ലീഷ് പ്രോപ്പർലി നമ്മളൊരു മറ്റേ ടൈറ്റാനിക് മൂവിയിലൊക്കെ കപ്പലിൻ്റെ അകമൊക്കെ കാണുന്ന പോലത്തെ ഭയങ്കര ഗിമ്മിക്സ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും മിക്കവാറും. അപ്പോൾ എന്നാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. പാസ് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഇവിടെ റൈറ്റ് ഓഫ് അഡ്മിഷൻ റിസർവ്ഡ്, ഫോട്ടോഗ്രാഫി ഓൺ പെർമിഷൻ ഓൺലി. എന്തായാലും അപ്പോൾ പെർമിഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാം. ഗൈസ്, ഇവിടെ മൊബൈൽ ക്യാമറയ്ക്ക് 300 റുപ്പീസും സ്റ്റിൽ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ DSLR അതിനൊക്കെ 710 റുപ്പീസും പിന്നെ നമ്മുടെ വീഡിയോ ക്യാമറ ഉണ്ടല്ലോ, വീഡിയോ ക്യാമറയ്ക്ക് 1480 റുപ്പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഐഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും GoPro ഞാൻ തിരിച്ച് വണ്ടി കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. എന്തായാലും മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഇനി മൊബൈലിൽ ഷൂട്ട് ചെയ്യാം. പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പാലസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ലാസറസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയായിരുന്നു അന്ന് ഈ കൊട്ടാരത്തിൻ്റെ ഉൾവശം എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ലിഫ്റ്റ് അന്ന് കാലത്ത് അവരുപയോഗിച്ചിരുന്നതാണ്. ഇത് രാജാവിൻ്റെ സ്വീകരണ മുറിയായിരുന്നു. ആ കണ്ണാടി ഇട്ട ഭാഗത്താണ് രാജാവ് ഇരുന്നിരുന്നത്. സ്വീകരണ മുറി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാസേജ് കാണാം. ആ പാസേജിൻ്റെ 2 സൈഡിലും പല പല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി വീഡിയോഗ്രാഫി അലൗഡ് അല്ല, പക്ഷേ നിങ്ങളെ കാണിക്കാനുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ച് നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഈ രാജാവിൻ്റെയും മഹാറാണിയുടെയും സേവകരുടെയും എല്ലാവരുടെയും വാസസ്ഥലത്തേക്കാണ്. ഉന്നത കുടുംബങ്ങളിലും രാജകുടുംബങ്ങളിലും എല്ലാം സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെ ഭാഗങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് സ്ത്രീകൾ പർദാ സമ്പ്രദായം യൂസ് ചെയ്തിരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്.
റേപ്പ് ഓഫ് ദ സബൈൻ വുമൺ എന്നതിനെ ആസ്പദമാക്കി രാജാവ് വരച്ച ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ചിത്രം ഇപ്പോൾ ഇരിക്കുന്നത് മ്യൂണിച്ചിലാണ്. മഹാറാണിയും രാജകുടുംബത്തിലെ മറ്റ് വനിതകളും സേവകരും താമസിച്ചിരുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് ഒരു ഫെമിനിൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മതിലുകളിലെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള പുഷ്പങ്ങളാണ് അവർ വരച്ചു വച്ചിരുന്നത്. പകൽ സമയത്തെ ചൂടിൽ നിന്നുള്ള ആശ്വാസത്തിന് വേണ്ടി മഹാറാണിയും സേവകരും മറ്റ് വനിതകളും വന്നിരുന്ന ഒരു ഗാർഡൻ ഏരിയയാണിത്. ഈ ഫൗണ്ടനിൽ എപ്പോഴും വെള്ളമുണ്ടായിരുന്നു. ധാരാളം പൂക്കളും എല്ലാം ചുറ്റുമുണ്ടായിരുന്നു. 1931 സ്പെയിനിലെ രാജാവായിരുന്ന ഡോൺ അൽഫോൺസോ ഈ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയും വാഡിയാർ രാജാവിൻ്റെ ആതിഥ്യ മര്യാദയ്ക്ക് സമ്മാനമായിട്ട് നൽകിയതാണ് ഈ ജലധാര യന്ത്രം അഥവാ വാട്ടർ ഡിസ്പെൻസർ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫലകവും നൽകിയിരുന്നു. അബേബു പറ, എങ്ങനെയുണ്ട് നമ്മുടെ ബാംഗ്ലൂർ പാലസ്? ഈ പാലസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഒറിജിനലി പാലസ് ആയിരുന്നില്ല, ഇതൊരു എസ്റ്റേറ്റ് ആയിരുന്നു. അത് വാങ്ങിച്ചിട്ട് നമ്മളുടെ ഇവിടുത്തെ മൈസൂർ മഹാരാജയ്ക്ക് വേണ്ടിയിട്ട് അവരത് റെനോവേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പുറത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ. പുറത്ത് കാണാൻ നല്ല രസമാണ്. പുറത്തേക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. പക്ഷേ ഉള്ളിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ കേരളത്തിൽ നല്ല പാലസ് ഉണ്ട് ഇതിലും. അത് ചിലപ്പോൾ അവർ പാലസായിട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരിത്. നല്ലതാണ് മൊത്തത്തിൽ. ലൈക്ക് ഇവരുദ്ദേശിക്കുന്ന ഇവരുടെ മെയിൻ പാലസ് അല്ല ഇത്. ലൈക്ക് എന്താ പറയുക, വേണമെങ്കിൽ എല്ലാ ജോബ് ഡ്യൂട്ടീസ് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറി ഒരു ലീഷർ ടൈമിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ഗെറ്റ് അവേ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിൽ നിന്ന് മൂടി ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ആയിട്ട് ഇതിനെ കണ്ടിട്ടുള്ളൂ. പല ഏരിയാസും നമുക്ക് കാണാൻ പറ്റില്ല, ബ്ലോക്ക്ഡ് ആണ്. മൊത്തത്തിൽ എന്നോട് റേറ്റിംഗ് ചോദിച്ചാൽ ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ എന്ന് പറയാൻ മാത്രമുള്ള ഒരു പാലസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പുറത്ത് കാണാൻ നല്ല രസമുണ്ട്, നല്ല രസമാണ്. പക്ഷെ നമ്മളുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ അത്രക്കില്ല. ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ ഒരു ഓഡിയോ മൊബൈൽ ഡിവൈസിൽ ഓഡിയോ പോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവർ ഓരോ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്പോട്സ് നമ്പർ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ഹിസ്റ്ററി അറിയാനുള്ള അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ഒരാൾക്ക് അത് കേട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ സാധനം കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് വേട്ടയ്ക്ക് പോയ കാര്യങ്ങളും പിന്നെ ചെറുപ്പകാലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഓൾറെഡി ലൈക്ക് വേറെ സ്ഥലത്താണ് ഒറിജിനൽ, പക്ഷേ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹിസ്റ്ററി താല്പര്യമുള്ള എന്താണ് ഇതിൻ്റെ ഓരോ ഫോട്ടോയുടെയും ഓരോ സാധനത്തിൻ്റെയും ഒക്കെ ഉപകരണത്തിൻ്റെയൊക്കെ പുറകിൽ എന്താണ് അതെന്തിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ സ്പോട്ട് അവരെന്തിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രാജാക്കന്മാർ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് അത് വെച്ച് കേട്ട് അത് അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് നമ്മളത് കണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിൻ്റെ അകത്ത് വളരെ ഉണ്ട്. ഇപ്പോൾ സാധാരണ പൊതുവേ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും, പുള്ളിക്കാരൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും നമ്മളത് കേൾക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാം കേൾക്കണമെന്നില്ല. ഇതിപ്പോൾ ഓഡിയോ ഓൾറെഡി റെക്കോർഡഡ് ആയതുകൊണ്ട് നമുക്ക് ലൈക്ക് ബാക്ക്വേർഡ് അടിച്ച് ഒന്നും കൂടെ അത് കേട്ട് മനസ്സിലാക്കാം. ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റഡി മൂഡിലുള്ള ഒരാൾക്ക് വളരെ കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ് ആ സാധനങ്ങൾ. അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി. ഇതിപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒരു ഗൈഡ് അതിനെക്കാട്ടി ഉപരി കുറച്ചും കൂടെ നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി പൊതുവേ. പിന്നെ അങ്ങനെ ആ ഒരു മൂഡിൽ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടേക്കുക. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ അതിപ്പം എന്തുകൊണ്ടാണെന്നറിയില്ല, അത് അടച്ചിട്ടേക്കാണ്. പൊതുവേ കുഴപ്പമില്ല, ഓക്കെ എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ നമ്മൾ എല്ലാവരുടെയും റിവ്യൂ ഒക്കെ കേട്ടല്ലോ. അപ്പോൾ എനിക്കും പറയാനുള്ളത് ഇതാണ്, ആകെ നമ്മൾ എൻട്രി ഫീസ് മാത്രമേ കൊടുക്കണുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഇതിന് എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓഡിയോ ഡിവൈസ് തരും. ആ ഡിവൈസ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിലുണ്ട്, ഈവൻ ഇൻ മലയാളം അതുണ്ട്. അപ്പം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതിനൊരു ജസ്റ്റ് ഒരു സെക്യൂരിറ്റി പോലെ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് മാത്രം കൊടുത്താൽ മതി അവിടെ. ഞാനിപ്പോൾ എൻ്റെ ലൈസൻസാണ് കൊടുത്തത്, അപ്പോൾ അത് മാത്രം കൊടുത്താൽ മതി. നമുക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് എത്ര പേരുണ്ടോ അത്രയും ഡിവൈസ് നമുക്ക് കിട്ടും. അപ്പോൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. മാക്സിമം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നോക്കുക ഇവിടെ നിന്ന്. അപ്പം റിയൽ ടൈം നമുക്കത് കണ്ട് മനസ്സിലാക്കി നമുക്ക് പോവാം. എന്തായാലും ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഇത് ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കും. അകത്ത് നമ്മൾ ഈ പാലസിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഒരു കൂൾ നേച്ചറാണ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒക്കെ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇത് നമ്മുടെ എൻട്രിക്കുള്ളൊരു ബാൻഡായിരുന്നു. അപ്പോൾ ക്യാമറ ഉള്ളവർക്ക് ബേബു ഇത് കാണിച്ചേ, ബേബു എവിടെ? ക്യാമറ ഉള്ളവർക്ക് ഇതായത് ഒരു ഓറഞ്ച് ബാൻഡും കൂടെ ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പക്ഷേ ക്യാമറ യൂസ് ചെയ്യാം, ഓൺലി സ്റ്റിൽ ഫോട്ടോഗ്രാഫി. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, കാരണം നിങ്ങളെ കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പാലസിലെ കാഴ്ചകളെല്ലാം കണ്ടു. നമുക്കിനി വീണ്ടും നമ്മുടെ അടുത്ത സ്പോട്ട് തേടി യാത്ര തുടരാം.